ഹായ്. ഒരു വർഷത്തിൻ്റെ പ്ലാനിംഗ് എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 വർഷം എടുത്ത് നോക്കിയാൽ ഓരോ വർഷവും പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും പലതും പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ട് പലതും ചെയ്യാൻ കഴിയാതിരിക്കുക, പല രീതിയിലുള്ള ഇൻബാലൻസിങ് പലപ്പോഴും നമുക്ക് പ്ലാനിങ്ങിൽ സംഭവിക്കാറുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ഏറ്റവും ഫലപ്രദമായിട്ട് എങ്ങനെ ഒരു വർഷത്തെ പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട 4 കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വെക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഈ ഒരു പ്രോസസ്സിലായിരിക്കുക. നിങ്ങളുടെ ബിസിനസ്സിലും ലൈഫിലും ഒക്കെ ഒരു ബാലൻസ് നിലനിർത്തുവാനായിട്ട് ഈ ഒരു ഇയർലി പ്ലാനിങ് നിങ്ങളെ സഹായിക്കും. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിൽ എൻ്റെ ഒരു മെൻറ്റർ എനിക്ക് ഷെയർ ചെയ്ത ഈ ഒരു കണ്ടൻറ്റ് എനിക്ക് ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കണ്ടൻറ്റ് ഞാൻ പ്രത്യേകമായിട്ട് പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഒരു ഇയർലി പ്ലാനിങ്സ് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെട്ട, നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾ പുതിയ വർഷത്തിലേക്ക് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ്. റിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്, ആ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിൽ നിങ്ങൾ ചെയ്ത സ്പെഷ്യലായിട്ടുള്ള പ്രോഗ്രാംസ്, ഇവൻറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെയും നമുക്ക് പുതിയ വർഷത്തിലേക്ക് റിഫ്ലക്ഷനിലേക്ക് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആദ്യം 10 കാര്യങ്ങൾ എഴുതുക, വീണ്ടും അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എഴുതി വരിക. അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറ്റവും നല്ലത് എന്ന് നിങ്ങൾക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അതിനെ പുതിയ വർഷവും നമ്മൾ റിഫ്ലക്റ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൺസെപ്റ്റ്. 2 എന്ന് പറയുന്നത് സബ്സ്ട്രാക്ഷനാണ്, അതായത് കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു വർഷത്തിൽ ധാരാളം ടൂൾസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓൺലൈൻ മീഡിയയിൽ ധാരാളം ടൂൾസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ എല്ലാ ടൂൾസും ശരിയായ രീതിയിൽ നമുക്ക് ഉപയോഗമുള്ളതോ അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചില ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ അത് അത്ര നിർബന്ധമല്ല. ആ ഒരു ടൂൾ ഇല്ലാതെ തന്നെ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞേക്കും. അങ്ങനെയാണെങ്കിൽ ആ ടൂളിനെ എനിക്ക് റിമൂവ് ചെയ്യാം, ചിലപ്പോൾ അത് റീപ്ലേസ് ചെയ്യാൻ കഴിയും മറ്റൊരു ടൂളുമായിട്ട്. അങ്ങനെ കുറയ്ക്കുവാനുള്ള കാര്യങ്ങൾ കുറയ്ക്കുക. ഇപ്പോൾ നമ്മുടെ ഒരു ടീം മെമ്പേഴ്സ്, ഒരു കൂട്ടം ആൾക്കാർ വർക്ക് ചെയ്യണം, അതിൽ ഏതെങ്കിലും 1-2 പേര് അപ് ടു മാർക്കിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറയ്ക്കാം, അവരെ കട്ട് ചെയ്യാനായിട്ട് കഴിയും, ഇല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ആ രീതിയിൽ നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞ വർഷത്തെ മുഴുവൻ ഡേറ്റ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് നമ്മൾ കുറയ്ക്കേണ്ടത്, അതായത് നമ്മൾ ഒത്തിരി നമുക്ക് ചിലവ് വരുന്ന, നഷ്ടം വരുന്ന കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. റിലേഷൻസ് ആണെങ്കിലും നമ്മൾ ഇടപെടുന്ന സമയമാണെങ്കിലും ഇതൊക്കെ നോക്കിയിട്ട് കുറയ്ക്കേണ്ട കാര്യങ്ങളെ കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. 3 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ 5 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓൾറെഡി നിലവിൽ കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള കാര്യങ്ങളെ നമുക്ക് മൾട്ടിപ്പിൾ ചെയ്യുവാനായിട്ട് കഴിയും. ഒന്നാമതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എനർജി. കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ എനർജി എവിടെയൊക്കെയാണ് പോയിരിക്കുന്നത്, ഏതൊക്കെ സമയത്താണ് നമ്മൾ നല്ല എനർജിയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചത്, ഇത് തിരിച്ചറിയുക. ചില ദിവസങ്ങളിൽ, ഒരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ ദിവസവും നമുക്ക് രാവിലെ എണീക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ വളരെ നന്നായിട്ട് എനർജിക്കായിട്ട് നമ്മൾ രാവിലെ എണീക്കും. എന്നാൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നന്നായിട്ട് ക്ഷീണത്തോടു കൂടിയാണ് എണീക്കുന്നത്, ലേറ്റ് ആകുന്നുണ്ട് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ അതിൻ്റെ റീസൺ നോക്കുക. ചിലപ്പോൾ നമ്മളതിൻ്റെ റീസൺ തലേ ദിവസം നമ്മൾ വളരെ ലേറ്റായിട്ട് കിടക്കുന്നതോ ഇല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇതൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ എനർജി നിൽക്കുക. അപ്പോൾ നമ്മുടെ എനർജി നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു മുൻകരുതലോടുകൂടി അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല എനർജി ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്, അപ്പോൾ അതിനെ കൂടുതൽ ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് 1. 2, നമ്മുടെ സമയം. നമ്മുടെ ഏറ്റവും നന്നായിട്ട് നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനായിട്ട്, നമ്മുടെ പ്രധാനപ്പെട്ട ഗോളിലേക്ക് നമ്മൾ എത്താൻ സഹായിക്കുന്ന രീതിയിൽ നമുക്ക് എവിടെയൊക്കെയാണ് സമയം ഉപയോഗിക്കാൻ കഴിഞ്ഞത് എന്ന് മനസ്സിലാക്കി അതിനെ കൂടുതൽ ചെയ്യുക. അതായത് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാനൊരു ലൈവായിട്ടൊരു വെബിനാർ ചെയ്യുന്നു. ആ വെബിനാർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ കേൾക്കുന്നു. അതിനുശേഷം ആ വെബിനാറിൻ്റെ റെക്കോർഡ് മറ്റ് പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് വീണ്ടും മൾട്ടിപ്പിൾ ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ, ചിലപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് പേര് കാണും. അടുത്തൊരു 1 മാസമോ 2 മാസമോ 2 വർഷം കഴിഞ്ഞാലും പല ആൾക്കാരും ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ സമയം വീണ്ടും സമയം എടുത്തു പോകാതെ അതിനെ മൾട്ടിപ്പിൾ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അത് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്.
3, നമ്മുടെ നോളജ്. നമുക്ക് നല്ല നല്ല നോളജ് കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഗോളിലെത്താൻ നമ്മളെ സഹായിച്ച പ്രധാനപ്പെട്ട നോളജ് നമുക്ക് ലഭിക്കുന്ന കമ്മ്യൂണിറ്റികളുമായിട്ട് നമ്മൾ കൂടുതലായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കേരളത്തിൽ നമ്മുടെ ഒരു മലയാളികളുടെ നോളജ് ഷെയർ ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റി ഞാൻ റൺ ചെയ്യുന്നുണ്ട്. കാൽസോൾ എന്നാണ് പേര്. ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി നോളജുകൾ പരസ്പരം ഷെയർ ചെയ്യുകയും പരസ്പരം കൈത്താങ്ങുന്ന ഒരു കൂട്ടായ്മയാണ്. സോ അങ്ങനെയുള്ള നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, കൂടുതലായിട്ട് അവിടെ ആക്റ്റീവ് ആവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നോളജിൽ. അതോടൊപ്പം തന്നെ നമ്മുടെ സമയം ഒത്തിരി നഷ്ടമാക്കുന്ന ഓവർലോഡ് നോളജ് വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇംപ്ലിമെൻറ്റേഷനിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള നോളജ് വരുന്നതൊക്കെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുകയും ഓൾറെഡി നമുക്ക് സക്സസ് ആകുന്ന നോളജ് കമ്മ്യൂണിറ്റികളിൽ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. 4, നമ്മുടെ സ്കില്ലാണ്. നമുക്ക് നിലവിൽ കഴിഞ്ഞ വർഷം നമ്മൾ അക്യൂർ ചെയ്ത സ്കില്ലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക, അതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, കൂടുതൽ ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട്, കൂടുതലായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ എഫോർട്ട് കൊടുക്കുക. സ്കില്ല് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വരുമാനവും മറ്റു പല കാര്യങ്ങളിലും വ്യത്യാസം വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നിലവിലെ സ്കില്ലുകളെ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് നമ്മൾ പുതിയ വർഷത്തിൽ അതിന് പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. 5, മണി എന്നുള്ളതാണ്. നമ്മുടെ മണി നമ്മൾ എവിടെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സാമ്പത്തികം വരുന്നത് അതിനെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേ സമയത്ത് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ 2ാമത്തെ പോയിന്റിൽ പറഞ്ഞ സബ്സ്ട്രാക്ഷൻ, കുറയ്ക്കേണ്ട കാര്യങ്ങൾ, മണിയുടെ ചോർച്ച എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കുക. ഓൾറെഡി നല്ല രീതിയിൽ മണി വരുന്ന കാര്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഏറ്റവും അവസാനം 4ാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റൊട്ടേഷനാണ്. റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സർക്കിൾ പോലെ വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ. അതിലും 5 കാര്യങ്ങളിൽ ഞാനിവിടെ ഷെയർ ചെയ്യാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ വിശ്രമിക്കുന്ന, റിലാക്സ് ചെയ്യുന്ന സമയമുണ്ട്. അപ്പോൾ അതൊരു സർക്കിളിലേക്ക് ചിലപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വിശ്രമിക്കുന്ന ഒരു സമയം ഉണ്ടാവും, ആഴ്ചയിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വിശ്രമത്തിന് കൊടുക്കുന്ന സമയം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഇയർലി പ്ലാനിൽ കൃത്യമായിട്ട് നമ്മുടെ വിശ്രമിക്കുന്ന സമയങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്. 2, നമ്മുടെ ബിസിനസ് ടൈം, അതൊരു റൊട്ടേഷനിലാണ് പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് പ്ലാൻ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ തിങ്കളാഴ്ചയും 8 മണിക്ക് സൂമിൽ ഞങ്ങളുടേതായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ മീറ്റിംഗ്സ്, ലൈവായിട്ടുള്ള മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാ തിങ്കളാഴ്ചകളിലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ എല്ലാ ശനിയാഴ്ചയും നടക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്, ഇംപ്ലിമെൻറ്റേഷൻ പ്രോഗ്രാമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം റൊട്ടേഷനിൽ വരുന്നതാണ്. അപ്പോൾ ആ ഒരു ബിസിനസ് ടൈമിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ആ സർക്കിളിൽ വരിക. ഒന്ന്, ക്രിയേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്രിയേഷനാണ്, യൂട്യൂബിൽ ചെയ്യുന്ന വീഡിയോസ് ക്രിയേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേഷൻസിന് നമ്മളൊരു സർക്കിൾ ചെയ്യുക. എല്ലാ ആഴ്ചയിലും 2 വീഡിയോ 3 വീഡിയോ ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു സർക്കിളാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഓരോ ദിവസമൊക്കെ ചെയ്യുന്ന സർക്കിളായിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അത് ക്രിയേഷൻ എന്നുള്ള ഹെഡിലാണ് വരുന്നത്. 2 എന്ന് പറയുന്നത് കൺവേർഷനാണ്. നമ്മൾ കണ്ടൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ പരസ്യത്തിനായിട്ട് നല്ലൊരു വീഡിയോ കണ്ടൻസ് ഒക്കെ ചെയ്താൽ ധാരാളം ആൾക്കാർ നമ്മളിലേക്ക് വരും. ആ വരുന്ന ആൾക്കാരെ കൺവേർട്ട് ചെയ്യാൻ, സെയിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ടൈം അലോട്ട് ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ് ടൈമിൽ. 3, നമ്മൾ കമ്മ്യൂണിറ്റി, നമ്മുടെ ഓൾറെഡി പർച്ചേസ് ചെയ്ത ആൾക്കാരുടെ ഒരു കൂട്ടായ്മ നമ്മൾ ബിൽഡ് ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല വാല്യൂസ് കൊടുക്കുന്ന കമ്മ്യൂണിറ്റി. അപ്പോൾ ബിസിനസ് ടൈം എന്ന് പറയുമ്പോൾ ക്രിയേഷൻ, കൺവേർഷൻ, കമ്മ്യൂണിറ്റി. ഡിജിറ്റൽ ലീഡേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ശബ്ദം പറയുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ബിസിനസ്സിൽ എവിടെയാണ് നമ്മുടെ സമയം പോകുന്നതെന്നറിയാം, മാക്സിമം വാല്യൂ മാർക്കറ്റിൽ കൊടുക്കാനായിട്ട് കഴിയും. ഇനി റൊട്ടേഷനിലെ 3ാമത്തെ പോയിന്റ് എന്നുള്ളത് ഫാമിലി എന്നുള്ളതാണ്. നമ്മൾ ഫാമിലിക്ക് റിപ്പീറ്റ് ചെയ്ത്, അതായത് നമ്മൾ ഒരു സർക്കിൾ പോലെ കൊടുക്കുന്ന സമയം അത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക. ചിലപ്പോൾ ആഴ്ചയിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന ഏതെങ്കിലും സ്ഥലങ്ങളുണ്ടാവും, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ പോകുന്നത്, അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ പോകുന്ന പ്രത്യേകമായിട്ട് പോകുന്ന സമയം ഉണ്ടാവും, ഷോപ്പിങ്ങിൻ്റെ സമയം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പുതിയ വർഷത്തിലേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. 4ാമതായിട്ട് പേഴ്സണൽ ടൈം. നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ദിവസവും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ടൈമുകൾ ആവശ്യമാണ്. അപ്പോൾ എങ്കിലാണ് ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് നന്നായിട്ട് നമുക്കൊരു പീക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് കഴിയുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ടൈം എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് നോക്കുക. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എൻ്റെ ലൊക്കാലിറ്റിയിൽ തന്നെ ഒരു ഹോട്ടലിൽ ഞാൻ കുറച്ച് അത്യാവശ്യം കൊള്ളാവുന്ന നല്ലൊരു ഹോട്ടലിൽ തന്നെ പോയിട്ട് 1-2 ദിവസം താമസിക്കും. അവിടെ ഫ്രഷ് ആയിട്ടിരുന്നു കൊണ്ട് ആ ഒരു മാസത്തെ, കഴിഞ്ഞ മാസത്തെ കാര്യങ്ങൾ ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട് പുതിയ മാസത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു പുതിയൊരു തുടക്കമായിട്ട് ഒരു റീഫ്രഷിംഗ് ആണ്. അപ്പോൾ അത് എല്ലാ മാസവും ഇങ്ങനെ നടക്കുമ്പോൾ കൂടുതലായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു എനർജി നമുക്ക് തരും എന്നുള്ളതാണ്.
5-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ടൈമാണ്. സ്പിരിച്വൽ ടൈം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ പ്രയറിനൊക്കെ സമയം കൊടുക്കുന്ന വ്യക്തികളുണ്ട്, വിശ്വസിക്കുന്ന ഇതിനനുസരിച്ചിട്ട്. അതോടൊപ്പം തന്നെ വീക്കിലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, മന്ത്ലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ഇയർലി നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള ടൈമുകളെ പുതിയ വർഷത്തിൽ നമ്മൾ ആഡ് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ രീതിയിൽ നമ്മൾ ഓരോ വർഷവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ നമുക്കതിനനുസരിച്ചുള്ള പ്രോഗ്രസീവ് ആയിരിക്കും വരിക. നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു റിയലൈസേഷനാണ് എന്ന് മനസ്സിലാക്കുക. 4 കാര്യങ്ങളാണ് ഞാൻ കൺസെപ്റ്റായിട്ട് ഷെയർ ചെയ്തത്. 1, റിഫ്ലക്ഷൻ, കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളെ പുതിയ വർഷത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുക. സബ്സ്ട്രാക്ഷൻ, കഴിഞ്ഞ വർഷത്തിൽ നമുക്ക് വന്ന കുറവുകളും നമ്മൾ കുറയ്ക്കേണ്ട കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് കുറയ്ക്കുക. 3, മൾട്ടിപ്ലിക്കേഷൻ, നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് വരുന്ന എനർജി, ടൈം, നോളജ്, സ്കില്ല്, മണി, ഈ കാര്യങ്ങൾ നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. 4-ാമത്തെ പോയിന്റ് പറഞ്ഞത് റൊട്ടേഷനാണ്. റൊട്ടേഷനിൽ നമുക്ക് 5 കാര്യങ്ങളാണ്. നമ്മൾ വിശ്രമിക്കാനായിട്ട്, നമുക്ക് റിലാക്സ് ചെയ്യാനായിട്ടുള്ള സമയം നമ്മൾ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, ബിസിനസ് ടൈം ഐഡൻറ്റിഫൈ ചെയ്യുക, ഫാമിലി ടൈം ഐഡൻറ്റിഫൈ ചെയ്യുക, പേഴ്സണൽ ടൈം മനസ്സിലാക്കുക, അതോടൊപ്പം തന്നെ സ്പിരിച്വൽ ടൈം, ഇതിനൊക്കെയും ഒരു ടൈം കൊടുക്കുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നിങ്ങൾക്ക് പുതിയ വർഷത്തെ പ്ലാൻ ചെയ്യുവാൻ, ഡിസൈൻ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് അത് നല്ല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും. സോ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുവാൻ, ഡിസൈൻ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ ഒരു പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ വാട്സപ്പിൽ നിങ്ങൾക്ക് അറിയിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റുകൾ ഞാൻ കേൾക്കുന്നുണ്ടാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു ഭാഗമായിട്ടില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ വെബിനാറിലേക്ക് പങ്കെടുക്കാം. അതിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. പരസ്പരം നോളജ് ഷെയർ ചെയ്യുന്ന, പരസ്പരം സഹായിക്കുന്നവരുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ യാത്രയെ കുറച്ചുകൂടെ ഫാസ്റ്റാക്കും. മറ്റൊരു പോഡ്കാസ്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി എല്ലാ ദിവസവും ഞാൻ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന കണ്ടൻറ്റും കേട്ടതിന് ശേഷം നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്കുകളും അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കാം. മറ്റൊരു പോഡ്കാസ്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. പ്രവീൺ കാൽവിൻ കാൽസാർ.